കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉരുക്കുകോട്ടകളിലൊന്നായ പാലക്കാട് ജില്ലയിൽ CPM ഇന്ന് അഭിമുഖീകരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കലഹമാണ്. മുൻ MLA-യും പാർട്ടിയിലെ പ്രമുഖ നേതാവുമായ PK ശശിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതോടെ പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗീയത ഒരു പരസ്യമായ രാഷ്ട്രീയ യുദ്ധമായി മാറിയിരിക്കുന്നു. കേവലം ഒരു വ്യക്തിയെ പുറത്താക്കുന്നതിലുപരി പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ നൂറുകണക്കിന് പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് പാലക്കാട് ചന്ദ്രനഗറിൽ നടന്ന വിമത കൺവെൻഷനിൽ ദൃശ്യമായത്. PK ശശിയും CPM പാലക്കാട് ജില്ലാ നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ പാലക്കാട് നടന്ന വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെയാണ് അച്ചടക്ക നടപടിയുടെ വാൾ ശശിക്ക് നേരെ വീണത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും സമാന്തര സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും ആരോപിച്ചാണ് CPM സംസ്ഥാന കമ്മിറ്റി ശശിയെ പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇതിന് തൊട്ടു മുൻപ് തന്നെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ശശി തന്റെ നീക്കങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ചന്ദ്രനഗർ പാർവതി കല്യാണ മണ്ഡപത്തിൽ നടന്ന കൺവെൻഷൻ CPM ഔദ്യോഗിക നേതൃത്വത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. 1000-ലധികം പ്രവർത്തകർ പങ്കെടുത്ത ഈ യോഗത്തിൽ പാർട്ടിയുടെ അച്ചടക്കമുള്ള കേഡർമാരായിരുന്നു പലരും. മുദ്രാവാക്യം വിളികളോടെയാണ് ശശിയെ സ്വീകരിച്ചത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ പ്രതിഷേധമല്ല, മറിച്ച് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം അസംതൃപ്തരാണെന്നതിന്റെ തെളിവായി രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ കാണുന്നു. പുറത്താക്കൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ശശി നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ വ്യക്തിപരമായ കടന്നാക്രമണമാണ് ശശി നടത്തിയത്. ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്നത് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്ന ശശിയുടെ പ്രയോഗം വലിയ ചർച്ചയായി. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയെ നയിച്ചിരുന്ന കാലത്ത് പ്രവർത്തകർക്ക് ലഭിച്ചിരുന്ന സ്നേഹവും കരുതലും ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നും പാർട്ടിയിൽ അഴിമതിയും പണപ്പിരിവും സാർവത്രികമായെന്നും അദ്ദേഹം ആരോപിച്ചു. പാർട്ടിക്കുള്ളിൽ ശരിയായ നിലപാടെടുക്കുന്നവർ വേട്ടയാടപ്പെടുന്നുവെന്നും പലരെയും തരം താഴ്ത്തുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് പാലക്കാട് ഉള്ളതെന്നും ശശി ചൂണ്ടിക്കാട്ടി. ഇത് വിമതരുടെ കൂട്ടായ്മയല്ല, മറിച്ച് ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വിപ്ലവ സംഗമമാണെന്നാണ് ശശിയുടെ അവകാശവാദം. PK ശശി മാത്രമല്ല, ജില്ലയിലെ CPM-ലെ പ്രമുഖരായ പല നേതാക്കളും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. 2 മുൻ ഏരിയ സെക്രട്ടറിമാരും നിരവധി തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളും വിമത പക്ഷത്താണ്. 7 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തങ്ങളോടൊപ്പം ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും വിമത നേതാവായ സതീഷ് അവകാശപ്പെടുന്നു. കൊഴിഞ്ഞമ്പാറ പഞ്ചായത്ത് അംഗമായ സതീഷിന്റെ നേതൃത്വത്തിൽ അതിർത്തി മേഖലകളിൽ CPM-ന് വലിയ ആൾനാശം സംഭവിക്കാൻ ഈ നീക്കം കാരണമാകും. വിമതർ ഉന്നയിക്കുന്ന പ്രധാന പരാതികൾ ഇവയാണ്. സാധാരണ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ഒരു ചെറിയ സംഘം പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചും മറ്റ് സ്രോതസ്സുകൾ വഴിയും നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കുണ്ട്. പാർട്ടിയിലെ ഒരു വിഭാഗത്തെ ഒതുക്കാൻ ഔദ്യോഗിക പക്ഷം ഗൂഢാലോചന നടത്തുന്നു. പാലക്കാട്ടെ വിമത കൂട്ടായ്മ കേവലം ഒരു പ്രതിഷേധ ഗ്രൂപ്പായി ഒതുങ്ങാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറാനുള്ള സാധ്യതകൾ ശശി തന്നെ തള്ളിക്കളയുന്നില്ല. ഇടതുപക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയിൽ പ്രവർത്തിക്കാനാണ് ഇവരുടെ നീക്കം. ഇത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ CPM-ന് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളുമായും PK ശശി ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുമുണ്ട്. UDF-ന്റെ പിന്തുണയോടെ ഒറ്റപ്പാലത്തോ ഷൊർണൂരിലോ ശശി സ്വതന്ത്രനായി മത്സരിച്ചാൽ അത് CPM-ന്റെ സിറ്റിംഗ് സീറ്റുകളെ അപകടത്തിലാക്കും. CPM വോട്ടുകൾ പിന്നിക്കുന്നത് സ്വാഭാവികമായും വലതുപക്ഷ മുന്നണിക്ക് ഗുണകരമാകും. വിമത നീക്കത്തെ അടിച്ചമർത്താനാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ ശ്രമം. PK ശശി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പ്രതികരിച്ചു. ശശിക്ക് നേരത്തെ തന്നെ പാർട്ടിയുമായി അകൽച്ച ഉണ്ടായിരുന്നുവെന്നും അച്ചടക്ക നടപടി ഭയന്നാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമാണ് പാർട്ടിയുടെ നിലപാട്. ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ വിശദീകരണ യോഗങ്ങൾ നടത്തി പ്രവർത്തകർ വിമതർക്കൊപ്പം പോകുന്നത് തടയാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ശശിയെ പോലെ താഴെത്തട്ടിൽ സ്വാധീനമുള്ള ഒരു നേതാവ് പുറത്തുപോയത് പാർട്ടിയെ വല്ലാതെ ഉലച്ചിട്ടുമുണ്ട്. പാലക്കാട്ടെ സഹകരണ മേഖലയിലും തൊഴിലാളി സംഘടനകളിലും ശശിക്കുള്ള സ്വാധീനം CPM-ന് അവഗണിക്കാനാവില്ല. PK ശശിയുടെ പുറത്താക്കൽ പാലക്കാട്ടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം നഷ്ടപ്പെട്ടുവെന്ന വിമർശനം ശരിവെക്കുന്ന രീതിയിലാണ് വിമതരുടെ ഒത്തുചേരൽ. ഇത് കേവലം പാലക്കാട് ജില്ലയിൽ മാത്രം ഒതുങ്ങുമോ അതോ കേരളത്തിലെ മറ്റു ജില്ലകളിലെ അസംതൃപ്തർക്കും ഇതൊരു മാതൃകയാകുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. CPM എന്ന കേഡർ പാർട്ടിയുടെ കെട്ടുറപ്പിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായി ഈ പാലക്കാട് വിപ്ലവം മാറുമെന്നതിൽ സംശയമില്ല. രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ശശിയുടെ അടുത്ത നീക്കത്തിലേക്കും അതിനെ CPM എങ്ങനെ പ്രതിരോധിക്കും എന്നതിലേക്കുമാണ്. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഒറ്റപ്പാലം, ഷൊർണൂർ, മണ്ണാർക്കാട് മേഖലകളിൽ PK ശശിക്കുള്ള വ്യക്തിപരമായ സ്വാധീനം ചെറുതല്ല. ശശിയോടൊപ്പം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും തദ്ദേശ പ്രതിനിധികളും പുറത്തു പോകുന്നത് പാർട്ടിയുടെ കേഡർ സംവിധാനത്തിൽ വലിയ വിള്ളലുണ്ടാക്കും. ഒരു വിഭാഗം പ്രവർത്തകർ പരസ്യമായി നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തെയും കെട്ടുറപ്പിനെയും ബാധിക്കും. വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും CPM-ന് ഇത് വലിയ തലവേദനയാകും. വിമതർ UDF പിന്തുണയോടെയോ അല്ലെങ്കിൽ സ്വതന്ത്ര കൂട്ടായ്മയോടെയോ മത്സരിച്ചാൽ CPM വോട്ടുകൾ പിന്നിക്കും. ഇത് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. ജില്ലയിലെ പല സഹകരണ ബാങ്കുകളിലും സ്ഥാപനങ്ങളിലും ശശിക്ക് അനുകൂലമായ ഭരണ സമിതികൾ
കമ്പനികളാണുള്ളത്. ഈ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പാർട്ടിയുടെ സാമ്പത്തികവും പ്രാദേശികമായ കരുത്തിനെ ചോർത്തും. ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്നതടക്കമുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും. അണികൾക്കിടയിൽ നേതൃത്വത്തോടുള്ള വിശ്വാസം കുറയാനും ഇതിടയാക്കും. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് MV രാഘവൻ നടത്തിയ സമാനമായ ഒരു പിളർപ്പ് പാലക്കാട് ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം.